മോശയുടെ താമ്രസർപ്പം വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന കൽപ്പനയ്ക്ക് ലംഘനമോ? ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. പുറപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകളിലെ 2-ാം പ്രമാണമാണത്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. പക്ഷെ മോശയോട് ദൈവം ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കുവാനും ജനത്തെ അതിലേക്ക് നോക്കി രക്ഷപ്പെട്ടു കൊള്ളുവാനും സംഖ്യാപുസ്തകം 21-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു. 10 കൽപ്പനകളിലെ 2-ാമത്തെ കൽപ്പന വിഗ്രഹം ഉണ്ടാക്കുന്നതിൽ നിന്നും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെയും വിലക്കുന്നതിനാൽ സംഖ്യാപുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ താമ്രസർപ്പത്തെ ഉണ്ടാക്കിയപ്പോൾ മോശ ഈ കൽപ്പന ലംഘിച്ചുവോ? ദൈവം തൻ്റെ വാക്കിനെ മാറ്റി പറഞ്ഞുവോ എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി വെൽക്കം ടു ബൈബിൾ ഫാക്ട്സ് മലയാളം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുകയും അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി ഉത്തരത്തിലേക്ക് കടക്കാം. മോശ താമ്രസർപ്പത്തെ ഉണ്ടാക്കിയ സന്ദർഭം സംഖ്യാപുസ്തകം 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ കൊള്ളരുതാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേൽ വളരെ ജനം മരിച്ചു. ഭക്ഷണവും വെള്ളവും ഇല്ലാത്തതിനാൽ അവർ പരാതിപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇസ്രായേൽ ദൈവത്തെ വിശ്വസിച്ചില്ല എന്ന് ദൈവം നമ്മോട് പറയുന്നു. ദൈവത്തിലുള്ള അവരുടെ അവിശ്വാസം കാരണം തങ്ങളെ പരിപാലിക്കുമെന്ന് അവർ ദൈവത്തെ വിശ്വസിച്ചില്ല. അവരുടെ പരാതിക്ക് മറുപടിയായി അവരെ ശിക്ഷിക്കാൻ ദൈവം അഗ്നിസർപ്പങ്ങളെ അയച്ചു. ഈ എന്നതിൻ്റെ എബ്രായ പദം സരപ്പ് എന്നാണ്. ഇത് അസാധാരണമായ വിഷ പാമ്പിനെ സൂചിപ്പിക്കുന്നു. തൽഫലമായി ജനം തങ്ങളുടെ പാപം തിരിച്ചറിയുകയും അനുതപിക്കുകയും ചെയ്തു. 21-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം ദൈവം അവരെ ഒരിക്കൽ കൂടി രക്ഷിക്കുവാൻ വേണ്ടി ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കുവാൻ മോശയോട് ആവശ്യപ്പെട്ടു. 21-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പ്രധാന വസ്തുത താമ്ര സർപ്പത്തെ ഉണ്ടാക്കാൻ ദൈവം മോശയോട് കൽപ്പിച്ചു എന്നതാണ്. താമ്രം എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന എബ്രായ പദം നെഹസൈറ്റ് എന്നാണ്. ഇത് കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് മെറ്റൽ എന്നതാണ് അർത്ഥം, സ്വർണം എന്നല്ല. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി. അതിനാൽ അതൊരു വിഗ്രഹമായിരുന്നില്ല. ദൈവം മോശയോട് സൃഷ്ടിക്കാൻ നിർദ്ദേശിച്ചതിനാൽ അതൊരു വിഗ്രഹമാകാൻ കഴിയില്ല. കാരണം ആ താമ്ര സർപ്പത്തെ നോക്കുന്നവൻ ജീവൻ പ്രാപിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഊമ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാണ്. പക്ഷെ ഇവിടെ ആ താമ്ര സർപ്പത്തെ നോക്കിയവർ ജീവൻ പ്രാപിക്കുന്നു. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്,
താമ്ര സർപ്പത്തെ നോക്കുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് അവർ ജീവിച്ചത്, അല്ലാതെ താമ്ര സർപ്പത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടല്ല. അവർ ദൈവത്തെ അനുസരിച്ചു. ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ആ താമ്ര സർപ്പത്തെ നോക്കി. അപ്പോൾ അവരുടെ ആശ്രയം ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവത്തിൽ മാത്രമായിരുന്നു. ആ ദൈവത്തിൻ്റെ വാക്കുകളിൽ മാത്രമായിരുന്നു, ആ താമ്ര സർപ്പത്തിൽ അല്ലായിരുന്നു. അവരുടെ വിശ്വാസം നിർജീവമായ താമ്ര സർപ്പത്തിലല്ല. പിന്നീട് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ താമ്ര സർപ്പത്തെ ഉടച്ചു കളയുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. മോശയുടെ താമ്ര സർപ്പത്തെക്കുറിച്ചുള്ള അവസാന പരാമർശം പുതിയ നിയമത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യത്തിലെ മോശയുടെ കൽപ്പനയുമായി ഇവിടെ യേശുവിൻ്റെ പ്രസ്താവന താരതമ്യം ചെയ്താൽ ഒരു വലിയ സമാന്തരം ഉണ്ടെന്ന് കാണാം. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഇസ്രായേലിനും സർപ്പത്തെ നോക്കണം. അതുപോലെ ഇന്ന് യേശുവിലേക്ക് നോക്കുന്ന, അതായത് ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് നോക്കുന്ന ഏതൊരാളും ജീവിക്കും എന്നതായിരുന്നു യേശുവിൻ്റെ ആശയം. താമ്ര സർപ്പത്തെ നോക്കിയാൽ ശാരീരിക മരണത്തിൽ നിന്നും തൽക്കാലം രക്ഷ നേടി. എന്നാൽ ഇവിടെ ക്രിസ്തുവിനെ നോക്കുന്നവർ ശരീരത്തിൽ മരിക്കേണ്ടി വന്നുവെങ്കിലും ആത്മീകമായി അവർ മരിക്കുന്നവരല്ല, ജീവിക്കുന്നവരാണ്.